ശമൂവേൽ അദ്ധ്യായം 5. ഫെലിസ്ത്യർ ദൈവത്തിൻ്റെ പെട്ടകം എടുത്തു അതിനെ സഹായപാറയിൽ നിന്ന് അസ്തോദിലേക്ക് കൊണ്ടുപോയി. ഫെലിസ്ത്യർ ദൈവത്തിൻ്റെ പെട്ടകം എടുത്ത് ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുചെന്നു. ദാഗോന്റെ അരികെ വെച്ചു. പിറ്റേ ദിവസം രാവിലെ അസ്തോദ്യർ എഴുന്നേറ്റപ്പോൾ ദാഗോൻ ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ മുമ്പിൽ കവിണ്ണു വീണ് കിടക്കുന്നത് കണ്ടു. അവർ ദാഗോനെ എടുത്തു വീണ്ടും അവൻ്റെ സ്ഥാനത്ത് നിർത്തി. പിറ്റേ ദിവസം രാവിലെ അവർ വന്നപ്പോൾ ദാഗോൻ ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ മുമ്പിൽ കവിണ്ണു വീണ് കിടക്കുന്നത് കണ്ടു. ദാഗോന്റെ തലയും അവൻ്റെ കൈപ്പത്തികളും മരപ്പടിമേൽ മുറിഞ്ഞു കിടന്നു. ദാഗോന്റെ ഉടൽ മാത്രം ശേഷിച്ചിരുന്നു. അതുകൊണ്ട് ദാഗോന്റെ പുരോഹിതന്മാരും ദാഗോന്റെ ക്ഷേത്രത്തിൽ കടക്കുന്നവരും അസ്തോദിൽ ദാഗോന്റെ ഉമ്മരപ്പടിമേൽ ചവിട്ടുമാറില്ല. ദൈവത്തിൻ്റെ കൈ അസ്തോത്യരുടെ മേൽ ഭാരമായിരുന്നു. അവനവരെ ശൂന്യമാക്കി അസ്തോദിലും അതിൻ്റെ അതിരുകളിലും ഉള്ളവരെ മൂലരോഗത്താൽ ബാധിച്ചു. അങ്ങനെ ഭവിച്ചത് അസ്തോദ്യർ കണ്ടിട്ട്, ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ പെട്ടകം നമ്മുടെ അടുക്കൽ ഇരിക്കരുത്, അവൻ്റെ കൈ നമ്മുടെ മേലും നമ്മുടെ ദേവനായ ദാഗോന്റെ മേലും കഠിനമായിരിക്കുന്നു എന്ന് പറഞ്ഞു. അവർ ആളയച്ച ഫെലിസ്ത്യരുടെ സകല പ്രഭുക്കന്മാരെയും വിളിച്ചുകൂട്ടി. ഇസ്രായേലരുടെ ദൈവത്തിൻ്റെ പെട്ടകം സംബന്ധിച്ച് നാം എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. അതിന് അവർ, ഇസ്രായേലരുടെ ദൈവത്തിൻ്റെ പെട്ടകം ഗത്തിലേക്ക് കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇസ്രായേലരുടെ ദൈവത്തിൻ്റെ പെട്ടകം കൊണ്ടുപോയി. അവർ അതുകൊണ്ട് ചെന്ന ശേഷം ഏറ്റവും വലിയൊരു പരിഭ്രമം ഉണ്ടാകത്തക്കവണ്ണം ദൈവത്തിൻ്റെ കൈ ആ പട്ടണത്തിന് വിരോധമായി തീർന്നു. അവൻ പട്ടണക്കാരെ ആപാലവൃത്തം ശിക്ഷിച്ചു. അവർക്കും മൂലരോഗം തുടങ്ങി. അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ പെട്ടകം എക്രോനിലേക്ക് കൊടുത്തയച്ചു. ദൈവത്തിൻ്റെ പെട്ടകം എക്രോനിൽ എത്തിയപ്പോൾ എക്രോന്യർ നമ്മെയും നമുക്കുള്ളവരെയും കൊല്ലുവാൻ അവർ ഇസ്രായേല്യരുടെ ദൈവത്തിൻ്റെ പെട്ടകം നമ്മുടെ അടുക്കൽ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് നിലവിളിച്ചു. അവർ ആളയച്ചു ഫെലിസ്ത്യരുടെ സകല പ്രഭുക്കന്മാരെയും കൂട്ടി വരുത്തി. ഇസ്രായേലരുടെ ദൈവത്തിൻ്റെ പെട്ടകം നമ്മെയും നമ്മുടെ ജനത്തെയും കൊല്ലാതിരിക്കേണ്ടതിന് അതിനെ വിട്ടയച്ചു കളയണം. അത് വീണ്ടും അതിൻ്റെ സ്ഥലത്തേക്ക് പോകട്ടെ എന്ന് പറഞ്ഞു. ആ പട്ടണത്തിൽ എങ്ങും മരണകരമായ പരിഭ്രമമുണ്ടായി. ദൈവത്തിൻ്റെ കൈ അവിടെയും അതിഭാരമായിരുന്നു. മരിക്കാതിരുന്നവർ മൂലരോഗത്താൽ ബാധിതരായി. പട്ടണത്തിലെ നിലവിളി ആകാശത്തിലേക്ക് ഉയർന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർഗുമോർ.